ഷാലോമിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഏദൻ തോട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മുഖപടമണിഞ്ഞു നിന്നും നീലാകാശ കുടയുടെ കീഴിൽ വെയിൽ കാഞ്ഞും ഭൂമി വാഴെന്നും ഋതുഭേദ നിറങ്ങളാടും ആവാസഗേഹമായി ജീവനും മനുഷ്യനും നീ. ഈ ഭാരതീയ സങ്കല്പത്തിലെ ആകാശത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പഞ്ചഭൂതങ്ങളിൽ ബാക്കി 4നും നശ്വരം അനശ്വരം എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. പക്ഷെ ആകാശത്തിന് മാത്രം അനശ്വരത മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിലേക്ക് എത്തുക. അതെ അതെ, ആ ഒരു സ്പേസും കാലവും കഴിഞ്ഞ് ഉള്ള ആ ഒരു വളർച്ച ദൈവത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കണം അതിൽ അനശ്വരത മാത്രമേ ഉള്ളൂ, നശ്വരമില്ല എന്നുള്ളൊരു. ഈ നമ്മൾ ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് നമ്മൾ ഓരോ ഘടകത്തെയും നമ്മൾ പ്രത്യേകമായിട്ട് മുൻനിർത്തി ചിന്തിക്കുമ്പോൾ ഓരോന്നും അനിവാര്യമാണ്. എന്നാൽ പരസ്പര ബന്ധവും അല്ലെങ്കിൽ ഒന്നിനെ പൂർണ്ണമാക്കി തീർക്കുന്നു. ഈ പൂർണ്ണതയുടെ തലത്തിലേക്ക് എത്തിച്ചേർക്കുന്നതിന് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ട് ഓരോ തലവും പ്രവർത്തിക്കുന്നു. ആ ഒരു തലത്തിൽ ഇപ്പോൾ ഈ 4 തലങ്ങളും നമുക്ക് സാമാന്യ ബുദ്ധിക്ക് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. മണ്ണ്, വെള്ളം, ഈ വായു എന്നൊക്കെ പറയുന്നത്. വായു നമുക്ക് കാണാൻ പറ്റില്ലെങ്കിൽ പോലും നമ്മളതിനെ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ പറയുന്ന ഘടകങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിന് ഉപരിയായിട്ട് ഈ പിടി കിട്ടാതെ നമ്മിൽ നിന്ന് മനുഷ്യനിൽ നിന്ന് എപ്പോഴും അകന്നുകൊണ്ടിരിക്കുന്ന ചക്രവാളം പോലെ അടുത്തു എന്ന് നമുക്ക് തോന്നും തോറും അകലെയാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും അല്ല അടുത്ത് തന്നെയാണ് എന്ന് നമ്മളെ ഭ്രമിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും അതോടൊപ്പം തന്നെ നമ്മെ ഈ പറഞ്ഞ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് വിട്ടുതരാതെ നമ്മിൽ എന്നാൽ ഈ അന്വേഷണത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചു. അന്വേഷണത്തിലൂടെ നമുക്ക് അല്പാൽപമായിട്ട് മാത്രമേ ഉള്ളൂ, പൂർണ്ണമായിട്ട് നമുക്ക് വെളിപ്പെടുത്താനാവുന്നില്ല. അപ്പം മനുഷ്യ ബുദ്ധിക്ക് അളക്കാനാവാത്ത ഒന്നായിട്ട് സ്പേസ് മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന റിജിഡായിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഈ പറയുന്ന തന്മാത്രകൾക്ക്
ഒത്തിരി മാതൃകകൾ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ കാണുന്നത്. അത് കല്ല് മുതൽ വെള്ളം ആയാലും ശരി, വായു ആയാലും ശരി, അത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന, എല്ലാറ്റിനും നിലനിൽക്കുവാനുള്ള സ്പേസും വേണം, മനുഷ്യനും വേണം. ഈ പ്രപഞ്ചത്തിനും ഒരു സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഈ അനന്തത എന്ന് പറയുന്നത്, നേരത്തെ ഇങ്ങനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, നാളെ എന്ന് പറയുന്ന ഒരു വലിയ സങ്കല്പം. ഭൂതകാലം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും തിരിച്ചെടുക്കാനാവാത്ത വിധത്തിൽ, അല്ലെങ്കിൽ നമുക്ക് റീകൺസ്ട്രക്റ്റ് ചെയ്യാനാവാത്ത രീതിയിൽ നമ്മിൽ എന്നേക്കുമായിട്ട് പിന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മൾ ഭാവിയോട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഡോണ്ട് ട്രൈ ടു റിപ്പയർ യുവർ പാസ്റ്റ് വിച്ച് ഈസ് ഇമ്പോസിബിൾ എന്നാണ് പറയുന്നത്. ട്രൈ ടു കൺസ്ട്രക്ട് യുവർ ഫ്യൂച്ചർ വിച്ച് ഈസ് പോസിബിൾ എന്നാണ്. അപ്പോൾ ആ പോസിബിലിറ്റി ഉള്ള, അതൊരു സാധ്യതയുള്ള ഒരു തലത്തിലേക്ക്, അതെ വിച്ച് ഹാപ്പൻ ഇൻ ദി പ്രസന്റ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മളെ ഇങ്ങനെ കൊണ്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നതും പിടികിട്ടാത്ത, പക്ഷേ ആത്യന്തികമായിട്ടത് ഇവിടെ സിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ അത് ദൈവം തന്നെയാണ്, അത് ഈശ്വരൻ തന്നെയാണ്. ആ ഈശ്വരനിലേക്കുള്ള ഒരു യാത്രയാണ്, അന്വേഷണമാണ് ഓരോ വ്യക്തിയുടെയും ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അന്വേഷണം കൊണ്ട് എത്തിക്കുന്നത് എന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മളതിനെ തിരിച്ചറിയാൻ കഴിയണമെന്നുള്ളതാണ്. കാട്, കറുത്ത കാട്, മനുഷ്യനാദ്യം പിറന്ന വീട്, കൊടും കാറ്റിൽ ചിറകു വീശി തളർന്ന പൊന്മാനിരുന്ന കൂട്. കാട്, കറുത്ത കാട്, മനുഷ്യനാദ്യം പിറന്ന വീട്, കൊടും കാറ്റിൽ ചിറകു വീശി തളർന്ന പൊന്മാനിരുന്ന കൂട്. വനം മനുഷ്യനെന്നും വിസ്മയങ്ങളുടെ കലവറയാണ്. പിറന്നു വീണ തൻ്റെ മാതൃഭവനത്തോടുള്ള ഒടുങ്ങാത്ത അഭിനിവേശം അവനെന്നും സിരകളിൽ പേറിയിരുന്നു. മനുഷ്യന് മാത്രമല്ല, സമസ്ത ജീവജാലങ്ങൾക്കും കാട് പ്രിയപ്പെട്ട അഭയകേന്ദ്രമാണ്. പ്രഭവ കേന്ദ്രത്തോടുള്ള ഈ അഭിനിവേശം തന്നെയാണ് ശ്രീ പൂണ്ടിക്കുളം ദേവസ്യച്ചായനെ മറ്റു മനുഷ്യരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. തനിക്ക് പൈതൃകമായി ലഭിച്ച ഭൂമിയുടെ 6 ഏക്കർ പ്രദേശത്ത് മരങ്ങളെ സ്വതന്ത്രമായി വളരാൻ അനുവദിച്ച ഈ മനുഷ്യനെ പെട്ടെന്നൊരാൾക്ക് മനസ്സിലായി എന്ന് വരില്ല. കാരണം നമുക്ക് മരങ്ങളെ അറിയില്ല, ഭൂമിയെ പരിചയവുമില്ല. ഞാൻ ഈ സ്ഥലം ഒരു വനമാക്കി മരങ്ങൾ നട്ടിങ്ങനെ തുടങ്ങിയപ്പോൾ പലരും എന്നെ ഉപദേശിച്ചു, ഇവിടെ റബ്ബർ മരങ്ങൾ വെക്കുകയാണെങ്കിൽ ഒരു വമ്പിച്ച ആദായം ഈ സ്ഥലത്തു നിന്ന് ഉണ്ടാക്കാമല്ലോ, അതുകൊണ്ട് ഇങ്ങനെ കാട് പിടിപ്പിച്ച് കളയുന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷേ അന്നും എനിക്ക് ഭാവിയെപ്പറ്റി ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. നമ്മുടെ നഷ്ടപ്പെട്ടു പോയ മരങ്ങൾ മുഴുവൻ സംരക്ഷിക്കണം, വരും തലമുറയ്ക്കായതുകൊണ്ടൊരു ഗുണം കിട്ടണം. ഇങ്ങനെയുള്ളതൊക്കെ തീക്ഷ്ണമായ ഒരാഗ്രഹമാണ് ഇങ്ങനെയൊരു വനം പിടിപ്പിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഇത് എൻ്റെ ഒരു ആത്മസമർപ്പണമാണ്, എൻ്റെ ജീവിതത്തിലെ വലിയൊരു ആത്മസമർപ്പണം. പാലായ്ക്കടുത്ത് പൂഞ്ഞാർ മലയിഞ്ചിപ്പാറയിലെ പൂണ്ടിക്കുളം വീട് ഇന്നറിയപ്പെടുന്നത് വനസ്ഥലി എന്ന പേരിലാണ്. പേരിനെ അനർത്ഥമാക്കും വിധം താൻ ലാളിച്ചു വളർത്തുന്ന മരങ്ങൾക്ക് നടുവിൽ ഒരു വീട്. ഈ മരങ്ങൾ
തനിക്ക് കാവലാണെന്ന് ദേവസ്യചായൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ മരം പശ്ചിമഘട്ട മലനിരകളിൽ കാണുന്ന ഒരു മരമാണ്. ഇതിൻ്റെ പേര് ഇയലുവാക. ഈ മരത്തോട് എനിക്ക് പ്രത്യേക ഒരു കടപ്പാടുണ്ട്. ഈ മരത്തിൻ്റെ സമീപത്ത് ഒരു വലിയ ഭയങ്കര ശബ്ദത്തോടുകൂടി ഒരു ഇടിനാദം ഇടി മുഴക്കമുണ്ടായി. അപ്പോൾ ഒരു ഇടിയുടെ ശല്യം വന്നപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ആ ഇടിശല്യം വരാതെ ഈ മരങ്ങളെയെല്ലാം സംരക്ഷിച്ച് ഈ മരം ആ ഇടിയെ പിടിച്ച് ഭൂമിയിലേക്ക് കടത്തിവിട്ടു. അങ്ങനെ വലിയൊരു സേവനം ചെയ്ത ഒരു മരമാണ്. ഞാൻ ഈ വഴിയെ വരുമ്പോൾ ഈ മരത്തെ എന്നും ആശ്ലേഷിക്കാറുണ്ട്. അത് സ്വയം ത്യാഗം സഹിച്ച് അതിൻ്റെ ഒരു വലിയ കമ്പ് ഉണങ്ങിപ്പോയി. ത്യാഗം സഹിച്ചും എൻ്റെ ഈ പരിസരവും വീടും സംരക്ഷിച്ച ഒരു മരം. പടർന്ന് പന്തലിച്ച ഈ ഹിമാലയൻ ലിച്ചിമരത്തിൻ്റെ തണലും സാന്നിധ്യവും കൊണ്ട് ഈ മുറ്റം അനുഗ്രഹീതമാണ്. ഒപ്പം ഒട്ടേറെ പരിസ്ഥിതി പ്രവർത്തകർക്കും പ്രകൃതി ഉപാസകർക്കും ഈ ഭൂമി ആവേശവും ആനന്ദവുമാണ്. ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറായിട്ടുള്ള പ്രൊഫസർ ഫ്രാങ്ക് ഫെന്നർ അടുത്ത നാളിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രബന്ധ അവതരണത്തിൽ പറഞ്ഞ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം മനുഷ്യകുലം 100 വർഷത്തിന് മേൽ നിലനിൽക്കില്ല എന്നാണ്. അതിന് അദ്ദേഹം പറഞ്ഞ ന്യായം ഇത് മനുഷ്യനിർമ്മിതമായ അപകടമാണ് എന്നുകൂടി പറഞ്ഞു. അപ്പോൾ വളരെ കൃത്യമായി അതിന് കാരണവും അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ട് നിലനിൽക്കില്ല എന്ന്. ദ സിറ്റുവേഷൻ ഈസ് ഇറിവേഴ്സിബിൾ, നമുക്ക് തിരിച്ചു പോകാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതേപോലെ തന്നെ ഇറ്റ് ഈസ് ടു ലേറ്റ് എന്ന് അദ്ദേഹം പറയുന്നു. ഈ രണ്ട് കാര്യങ്ങൾക്കും ഇവിടെ നിന്നുകൊണ്ട് വെല്ലുവിളിക്കുന്നുണ്ട് പേരപ്പൻ. ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു, ചൂസിങ് അഗെയിൻ വാട്ട് ഈസ് റൈറ്റ്, എന്താണ് ശരി എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അത് വീണ്ടും തിരഞ്ഞെടുക്കുക, അതിൽ നിന്നുകൊണ്ട് തുടങ്ങുക. അപ്പോൾ അത്തരത്തിൽ ആലോചിക്കുമ്പോൾ ഫ്രാങ്ക് ഫെന്നർ മനുഷ്യൻ്റെ ജീവിതം മുന്നോട്ട് പോവില്ല എന്ന് വെല്ലുവിളിക്കുമ്പോൾ നമുക്കിതാണൊരു പ്രത്യാശ നൽകുന്ന കാര്യം. ഈ ഒരു പരിസ്ഥിതി ആത്മീയതയുടെ തലം ഇവിടുത്തെ പക്ഷികളോടും ഇവിടുത്തെ മരങ്ങളോടും സല്ലപിച്ചും വർത്തമാനം പറഞ്ഞും പേരപ്പൻ മുന്നോട്ട് നീങ്ങുമ്പോൾ സെയിൻറ്റ് ഫ്രാൻസിസിൻ്റെ ഒരു ആത്മീയത നമുക്ക് അതിൽ കാണാൻ കഴിയും. മറ്റൊന്ന്, ജീൻ ഗിയാൻ്റെ പ്രശസ്തമായ മരങ്ങൾ നട്ട മനുഷ്യൻ എന്ന പുസ്തകത്തിൽ ഓക്ക് വൃക്ഷ തൈകൾ ശ്രദ്ധയോടെ നട്ടുകൊണ്ടിരിക്കുന്ന വൃദ്ധനായ മനുഷ്യനോട് വഴിപോക്കൻ ചോദിക്കുന്നു, ഈ ഭൂമി നിങ്ങളുടേതാണോ? അപ്പോൾ അയാൾ പറയുന്നു, ഈ ഭൂമി എൻ്റേതല്ല, ഇതൊരു പക്ഷേ വാങ്ങിച്ചിട്ടിട്ട് വിദേശത്തേക്ക് ജോലിക്ക് പോയ ആരുടെങ്കിലും ആവാം, അല്ലെങ്കിൽ ഇത് വാങ്ങിയിട്ടിട്ട് കൃഷി ചെയ്യാൻ താല്പര്യമില്ലാത്ത ആരുടെങ്കിലും ആവാം, അതുമല്ലെങ്കിൽ സർക്കാരിൻ്റേതാവാം. അതൊന്നും അറിയാൻ അയാൾക്കൊട്ടും താല്പര്യം ഇല്ല. അയാൾ പറയുന്നത് തണൽ കിട്ടാതെ ഭൂമിക്ക് പൊള്ളുന്നു എന്നാണ്. അപ്പോൾ പേരപ്പനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോഴും 90 വയസ്സിനോടടുക്കുന്ന ഒരാൾ ഇനി എന്തിനീ മരങ്ങൾ ഇപ്പോൾ വയ്ക്കുന്നു, അദ്ദേഹത്തിന് ഇത് എന്ത് പ്രയോജനമാണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിനുള്ളിലുള്ള മറുപടിയും നമ്മളോട് അദ്ദേഹം പറയുന്നതും ഇത് തന്നെയാണ്, വരും തലമുറയ്ക്ക് വേണ്ടിയാണ്, ഇതെനിക്ക് അനുഭവിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ജീൻ ഗിയാൻ്റെ പുസ്തകത്തിലെ വൃദ്ധനായ പ്രശസ്തനായ മനുഷ്യനും ഒരുപക്ഷെ അതിനേക്കാൾ ഒരു പടി മുന്നിലേക്ക് പേരപ്പൻ്റെ ഈ ഒരു പരിസ്ഥിതി ആത്മീയതയിലൂന്നിയ പ്രവർത്തനം പോകുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ഈ 7 വണ്ടേഴ്സ് ഓഫ് വേൾഡ് അതിനെക്കുറിച്ച് വലിയ താല്പര്യത്തോടുകൂടി ടീച്ചർ പഠിപ്പിക്കും. അപ്പോൾ അത് ചൈനയുടെ വൻമതിൽ, അതുപോലെ കുത്തബ് മീനാർ, അതുപോലെ ചെരിഞ്ഞിരിക്കുന്ന ഗോപുരം, അതൊക്കെ ഇങ്ങനെ കണ്ണുമിഴിച്ച് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഈ വനേടമാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിൽ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. മറ്റൊന്നുമല്ല, ആൾഡോ ലിയോപോൾഡ് എന്ന് പറയുന്ന വലിയ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിൻ്റെ സാൻ കൗണ്ടി ആൽമനക് എന്ന് പറയുന്ന പുസ്തകത്തിൽ ലാൻഡ് എത്തിക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ലാൻഡ് ഈസ് നോട്ട് എ കൊമോഡിറ്റി ടു ബി യൂസ്ഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ്, ബട്ട് ഇറ്റ് ഈസ് എ കമ്മ്യൂണിറ്റി ടു വിച്ച് വി ബിലോങ്. അപ്പോൾ ഇതൊരു കമ്മ്യൂണിറ്റിയാണ് ഈ ഇടമെന്ന് പറയുന്നത്. 10-50 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ഇവിടെ വന്നിട്ട് ഈ 50 ദീർഘമായിട്ടുള്ള വർഷങ്ങൾക്കുള്ളിൽ
ഒരു നിമിഷം പോലും പ്രലോഭനത്തിന്, ലോകത്തിൻ്റേതായിട്ടുള്ള പ്രലോഭനത്തിന് അടിമപ്പെടാതെ മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ചുറ്റുമുള്ള നമ്മെ സഹായിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ഇടം ഉണ്ടാകണം എന്നുള്ള ഒരു വലിയ ധൈര്യം കാണിച്ച മഹാനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ദേവസ്യ സാറ്. അതുകൊണ്ട് ഇത്തരം മനുഷ്യരാണ് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ അത്ഭുതങ്ങൾ എന്ന് നമ്മൾ വിളിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഇടവും ഇന്ന് അനേകർക്ക് വന്ന് കണ്ട് പിൻവാങ്ങുമ്പോൾ ഒരു അത്ഭുതമായി മാറുന്നുണ്ട്. കേവല പരിസ്ഥിതി ചിന്തകൾക്കപ്പുറം താൻ പോറ്റി വളർത്തുന്ന മരങ്ങൾക്ക് അർഹതപ്പെട്ട അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും നൽകി ആദരിക്കുന്നതിലും ദേവസ്യചായൻ അതീവ ശ്രദ്ധാലുവായിരുന്നു. അതിൻ്റെ ജീവനുള്ള സാക്ഷ്യമാണ് ഈ ആഞ്ഞിലി മരം. തൃശ്ശൂരിൽ നിന്ന് ഒരു സന്യാസി ഈ വനം കാണാൻ വന്നായിരുന്നു. അദ്ദേഹം ഈ വനമെല്ലാം കണ്ട ശേഷം എന്നോട് ചോദിച്ചു, ഈ വനഭൂമിയിൽ എത്ര മരങ്ങളുണ്ട്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു 10,000-ഓളം മരങ്ങൾ ഈ വനഭൂമിയിലുണ്ട്. അത് 200 വെറൈറ്റി മരങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വനത്തിലെ ഏറ്റവും അഴകുള്ള ഒരു മരം വൃക്ഷശ്രീയായിട്ട് പ്രഖ്യാപിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അപ്പം സ്വാമിക്ക് ഇഷ്ടമുള്ള മരം വൃക്ഷശ്രീയായിട്ട് തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ ഏറ്റവും കമ്പുകേടില്ലാത്ത നല്ല ആരോഗ്യമുള്ള ഒരു മരം, അതിനെ അദ്ദേഹം വൃക്ഷശ്രീയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മരം അതിൻ്റെ ആയുസ്സോളം വളരാൻ അനുവദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ ഇതിനെ സ്നേഹപൂർവ്വം ഇങ്ങനെ ഇതിലെ വരുമ്പോൾ തലോടി എൻ്റെ സ്നേഹം, എൻ്റെ നന്ദി ഈ മരത്തോട് ഞാൻ പ്രകടിപ്പിക്കാറുണ്ട്. സർക്കാർ ജോലി വലിച്ചെറിഞ്ഞ് മുഴുവൻ സമയ കർഷകനാകാൻ തീരുമാനിച്ച സമയം ദേവസ്യചായൻ്റെ മനസ്സിൽ ഒരു കാട് പൂത്തുലയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നാണ്യവിള കൃഷിയിൽ പോലും കാടിൻ്റെ ജൈവ സാന്നിധ്യം നഷ്ടപ്പെടാത്ത ഈ വിളകൾ വനസ്ഥലിക്ക് ഭൂഷണമാകുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒന്നുപോലെ ഈ ജാതിക്കാട് പ്രിയങ്കരമാണ്. 50 വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്ന കാലത്ത് ജാതി വൃക്ഷത്തോട് എൻ്റെ ചെറുപ്പകാലം മുതൽ എനിക്ക് വളരെ താല്പര്യമുണ്ടായിരുന്നു. ഔഷധ ഗുണമുള്ള ഒരു വൃക്ഷം എന്നുള്ള നിലയിൽ പ്രത്യേക ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ജാതി ഒരു ഭാഗം തീർത്ത് ഞാൻ ഇങ്ങനെ പ്ലാന്റ് ചെയ്തു. അത് എനിക്ക് ഈ പിൻകാലങ്ങളിലൊക്കെ ഇഷ്ടംപോലെ നല്ല വരുമാനം ഉണ്ടാക്കി തന്നു. ഇപ്പോഴും സീസണാകുമ്പോൾ ധാരാളം ജാതിക്ക എനിക്ക് ഒരു വരുമാന മാർഗമാണ്. പിന്നെ ഇതിൻ്റെ ഔഷധ ഗുണം മനസ്സിലാക്കി ജാതിക്ക ഇന്ന് പല മരുന്നുകളിലും ഒരു ചേരുവയായിട്ട് ചേരുന്നുണ്ട്. ഇത് ഈ ഭാഗത്തെ ഒരു സ്പൈസ് ഗാർഡൻ എന്നാണ് അറിയപ്പെടുന്നത്. ജാതി മാത്രം നിൽക്കുന്ന ഒരു പ്രത്യേക ഏരിയ സ്പൈസ് ഗാർഡൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഇവിടെ വരുന്ന സ്കൂൾ കുട്ടികൾക്കുമൊക്കെ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുമൊക്കെ ധാരാളം ഇരിപ്പിടങ്ങളുണ്ട്. അവിടെ ഇരുന്ന് ഉല്ലാസമായിട്ട് അവരുന്ന് ഉച്ചഭക്ഷണം ഇവിടെ ഇരുന്നാണ് ഈ ജാതിയുടെ തണലിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്. കാണുന്നത് എനിക്ക് മനസ്സിന് വലിയൊരു ആനന്ദമാണ്. തനിക്ക് ദൈവം സമ്മാനിച്ച ഈ ഭൂമികയെ കാത്തു പരിപാലിക്കാൻ ഈ മനുഷ്യൻ സദാ ജാഗരൂകനാണ്. അതുകൊണ്ടാണ് തികഞ്ഞ മരിയഭക്തൻ കൂടിയായ ദേവസ്യചായൻ തൻ്റെ വനസ്ഥലിയുടെ ഹൃദയഭാഗത്ത് പരിശുദ്ധ അമ്മയെ പ്രതിഷ്ഠിച്ച് ഈ ഭൂമിയെ പ്രാർത്ഥനാ നിർഭരമാക്കിയത്.
ഞാൻ മാതാവിൻ്റെ ഒരു ഭക്തനാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവ് എനിക്ക് സാധിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഒരു മാതാവിൻ്റെ ഭക്തിക്കായിട്ടൊരു ഗ്രോട്ടോ ഇവിടെ വെക്കണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു ആഗ്രഹം തരാൻ സാധിച്ചത് ഞാൻ മാതാവിനോട് നന്ദിയുള്ളവനാണ്. ഈ ധാരാളം സന്ദർശകർ ഈ വനയിടം കാണാൻ വരുന്നുണ്ട്. അവരൊക്കെ നമ്മുടെ ഇവിടെ നിന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. ആ മാതൃഭക്തി പ്രചാരത്തിൽ വരാൻ എൻ്റെ ഈ ഗ്രോട്ടോ പലർക്കും പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണും. നന്ദി, നമസ്കാരം. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൻ നിഴലിൽ നീ നാളെ മരവിക്കേ. ഉയരറ്റ നിൻമുഖത്തശ്രുവി